നമസ്കാരം. ലേറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്കാണ്. ലൈംഗികാതിക്രമ കേസിൽ റിമാൻഡിൽ കഴിയുന്ന സംവിധായകൻ രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ്. കസ്റ്റഡി അപേക്ഷ ശനിയാഴ്ച കോടതി പരിഗണിക്കും. പരാതി വ്യാജമെന്ന് ചൂണ്ടിക്കാണിച്ച ലൈംഗികാതിക്രമ കേസിൽ തെളിവുകൾ നിരത്തി രഞ്ജിത്തിനെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് പോലീസ്. ഇതിനായുള്ള കസ്റ്റഡി അപേക്ഷ ശനിയാഴ്ച എറണാകുളം ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കും. പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് രഞ്ജിത്ത് ജാമ്യ ഹർജിയിൽ വ്യക്തമാക്കി. ആരോഗ്യ പ്രശ്നങ്ങളും കോടതിയെ ബോധിപ്പിക്കും. സ്ത്രീ സുരക്ഷയ്ക്ക് തന്നെ പ്രതി ഭീഷണിയെന്നാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട്. ജാമ്യം ലഭിച്ചാൽ കേസ് അട്ടിമറിക്കപ്പെടുമെന്നും പോലീസ്. പ്രിലിമിനറി ആയിട്ട് നമുക്ക് അങ്ങനെ ഒരു അഫൻസ് നടന്നിട്ടുണ്ടോ സ്ഥലമുണ്ടോ അത് കൺഫേം ചെയ്ത് പിന്നെ ഞങ്ങൾ മുൻകൂട്ടി നീക്കും. ജനങ്ങളിൽ കേസ് എടുത്ത് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമുക്ക് അടുത്ത ഭാഗത്ത്. കേസിൽ അറസ്റ്റിലായതിന് പിന്നാലെ ഫെഫ്ക ഡയറക്ടേഴ്സ് റൈറ്റേഴ്സ് യൂണിയനുകളിൽ നിന്ന് രഞ്ജിത്തിനെ സസ്പെൻഡ് ചെയ്തു. ഫോർട്ട് കൊച്ചിയിൽ നടന്ന സിനിമാ ചിത്രീകരണത്തിനിടെയാണ് രഞ്ജിത്ത് യുവനടിയോട് അപമര്യാദയായി പെരുമാറിയത്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, തടഞ്ഞു നിർത്തൽ, ലൈംഗികാതിക്രമം തുടങ്ങി 4 വകുപ്പുകൾ ചുമത്തിയാണ് രഞ്ജിത്തിനെതിരെയുള്ള കേസ്. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. CPIM-നെതിരെ തളിപ്പറമ്പിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി TK ഗോവിന്ദൻ. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നിർബന്ധത്തിലാണ് സംവിധായകൻ രഞ്ജിത്തിനെ ചലച്ചിത്ര അക്കാദമി ചെയർമാനാക്കിയത്. MV ഗോവിന്ദന്റെ മകനാണ് രഞ്ജിത്തിന്റെ സഹസംവിധായകൻ. പാർട്ടിയിൽ രഞ്ജിത്തിന് നല്ല സ്വാധീനമുള്ളതുകൊണ്ടാണ് മുൻപത്തെ അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ടതെന്നും TK ഗോവിന്ദൻ പറഞ്ഞു. ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാക്കുമ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാർട്ടിയുടെ ആളുകളുണ്ട്. അവരെല്ലാം ഇതിനെ എതിർത്തിരുന്നു. അതിൽ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി ഇതിന് അദ്ദേഹത്തിൻ്റെ നിർബന്ധമാണ് ഇയാളെ ചലച്ചിത്ര അക്കാദമി ചെയർമാനാക്കണമെന്ന്. ആദ്യം രഞ്ജിത്തിനെതിരായിട്ട് ഇങ്ങനെ കേസ് ഉണ്ടായിട്ടുണ്ട്. അന്ന് അറസ്റ്റ് ചെയ്യപ്പെടാതെ സംരക്ഷിക്കപ്പെട്ടു. അങ്ങനെ സംരക്ഷിക്കപ്പെട്ടത് ഗവൺമെൻറ്റിന് നല്ല സ്വാധീനമുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറിയുടെ പൂർണ്ണ പിന്തുണയുമുണ്ട്. ഇതിൻ്റെ ഫലമായിട്ടാണ് ആദ്യഘട്ടത്തിൽ പരാതി ഉയർന്നപ്പോൾ രഞ്ജിത്ത് അറസ്റ്റ് ചെയ്യപ്പെടാതിരുന്നത്. അതേസമയം മകനെതിരായ TK ഗോവിന്ദന്റെ ആരോപണത്തിൽ ഒന്നും പറയാനില്ലെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നത്. MV ഗോവിന്ദനെ കാണാനില്ലെന്ന് എല്ലാവരും പറയുന്നു എന്ന ചോദ്യത്തിന് എല്ലാവരും പറഞ്ഞോട്ടെ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഞാൻ ഒന്നും പറയാൻ പോകുന്നില്ല. ക്രൈസ്തവ സഭകളുടെ പ്രതിഷേധത്തിനും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് സമ്മർദ്ദത്തിനുമിടെ വിദേശ സംഭാവന നിയന്ത്രണ ചട്ട ഭേദഗതി ബിൽ പരിഗണിക്കുന്നത് ലോക്സഭ മാറ്റിവെച്ചു. ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷം പ്രതിഷേധമുയർത്തി. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കോൺഗ്രസും CPIM-ഉം അനാവശ്യ വിവാദമുണ്ടാക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു കുറ്റപ്പെടുത്തി. വിദേശ സംഭാവന നിയന്ത്രണ ചട്ട ഭേദഗതി ബില്ലിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ലെന്ന് കിരൺ റിജിജു പറഞ്ഞു. പ്രചാരണത്തിനിടയിലേക്ക് തീ കോരിയിട്ട ബില്ല് ഇന്ന് ചർച്ചയ്ക്കെടുക്കില്ലെന്ന് ലോക്സഭയിൽ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവാണ് അറിയിച്ചത്. കേരളത്തിലെ പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് കേരള BJP നേതാക്കൾ ഇന്നലെ വൈകി കേന്ദ്ര സഹായം തേടിയെന്ന സൂചനയുണ്ട്. ഇക്കാര്യം സ്പീക്കർ കേരളത്തിൽ നിന്നുള്ള പ്രതിപക്ഷ MPമാരെ അറിയിച്ചതായും റിപ്പോർട്ട്. കേന്ദ്ര സർക്കാർ ആരുടെയും അവകാശങ്ങൾ കവർന്നെടുക്കില്ല എന്നും വ്യാജ പ്രചാരണങ്ങൾ നടത്തരുത് എന്നും സഭയിൽ കിരൺ റിജിജു. कांग्रेस के वरिष्ठ नेताओं को कल भी बताया, आज भी बताया कि आज FCRA बिल जो लिस्टेड है वो कंसिडरेशन के लिए टेकअप नहीं किया जा रहा है. और दूसरी बात, FCRA को लेकर के गलत फहमी जो फैलाया गया है केरल में, ये ठीक बात नहीं है. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിലെ ഭയം കൊണ്ടാണ് BJP നിലപാട് മാറ്റിയതെന്ന് പ്രതിപക്ഷം പരിഹസിച്ചു. FCRA നിയമ ഭേദഗതി സതുദ്ദേശപരമല്ല എന്നും മതന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താൽപ്പര്യങ്ങളെ തകർക്കാൻ വേണ്ടി ബോധപൂർവമായി ഉണ്ടാക്കിയിട്ടുള്ളതാണ് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിശക്തമായ പ്രതിഷേധം ഇന്ന് പാർലമെന്റിൽ ഉയർത്തിക്കൊണ്ടുവന്നത്. ഗവൺമെന്റിന്റെ ഭാഷയിൽ നിന്നും വാഗ്ഭാഷയിൽ നിന്നും ശരീരഭാഷയിൽ നിന്നും വളരെ വളരെ വ്യക്തമാണ് ഈ ബിൽ ഇതേപോലെ തന്നെ വരുന്ന സെഷനിൽ ഗവൺമെന്റ് നടപ്പാക്കും, പാസ്സാക്കും. കേന്ദ്ര സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നതായി CBCI അറിയിച്ചു. It's a welcome step for us all. We welcome it, but we have to keep in mind it is postponed. It is not called back. So our struggle, our protest remains. We thank all the MPs.
തിരഞ്ഞെടുപ്പിന് ശേഷം സഭ സമ്മേളിക്കുമ്പോൾ ബില്ല് വീണ്ടും കൊണ്ടുവരുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ആസ്തി കണ്ടുകെട്ടുന്നതടക്കം ഒരു വ്യവസ്ഥയിലും പുനർചിന്തയുണ്ടാകില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് BJPയുടെ സമീപനം. കേരളത്തിലെ പ്രചാരണ ചൂടിൽ നിന്ന് ഡൽഹിയിലേക്ക് എത്തിയ MP-മാർ ബില്ലിനെതിരെ കടുത്ത പ്രതിഷേധമാണ് സഭയ്ക്കകത്തും പുറത്തും നടത്തിയത്. 24 ഡൽഹി. ലോകം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ഇനി. ആർടെമിസ് 2 ചാന്ദ്ര ദൗത്യത്തിൽ റോക്കറ്റ് ഇന്ധനം നിറയ്ക്കൽ പൂർത്തിയായിരിക്കുകയാണ്. ഇന്ധന ടാങ്കുകളിലെ മർദ്ദം ക്രമീകരിക്കുന്ന പ്രക്രിയ തുടരുന്നു. ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിലെ 39B വിക്ഷേപണ തറയിൽ നിന്നാണ് SLS റോക്കറ്റ് വിക്ഷേപിക്കുന്നത്. പ്രജിൻ സി കണ്ണനുണ്ട് സയൻസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായിട്ട്. പ്രജിൻ, മനുഷ്യന്റെ സ്വാധീനം ചന്ദ്രനിൽ ഉറപ്പിക്കുക, അതിനപ്പുറത്തേക്ക് മനുഷ്യന്റെ ഒരു സ്ഥിര സഞ്ചാരമൊക്കെ ചന്ദ്രനിലേക്ക് സാധ്യമാക്കും, അങ്ങനെ നിർണായക പല ലക്ഷ്യങ്ങളുമില്ലേ ഈ ദൗത്യത്തിൽ? തീർച്ചയായിട്ടും അമൽ സൂചിപ്പിച്ചതുപോലെ 54 വർഷങ്ങൾക്ക് ശേഷം മനുഷ്യർ വീണ്ടും ചന്ദ്രനെ ലക്ഷ്യം വെക്കുന്നു, ചന്ദ്രനിലേക്ക് യാത്രയാകുന്നു എന്നത് തന്നെ വലിയ ആകാംക്ഷയുണർത്തുന്ന കാര്യമാണ്. അതിനുള്ള പ്രാരംഭഘട്ടങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ ലോഞ്ചിലേക്ക് പോവുകയാണ്. ആ ചരിത്ര നിമിഷത്തിന് കേവലം മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. നാളെ പുലർച്ചെ 3:54 അമേരിക്കയിലെ ഫ്ലോറിഡയിലെ നാസയുടെ ആസ്ഥാനമായ കെനഡി സ്പേസ് സെന്ററിലെ വിക്ഷേപണത്ര 39Bയിൽ നിന്നാണ് SLS എന്ന് പറയുന്ന സ്പേസ് ലോഞ്ച് സിസ്റ്റം എന്ന് പറയുന്ന റോക്കറ്റ് വിക്ഷേപിക്കാൻ പോകുന്നത്. ഒരു വലിയ ഹ്യൂജ് റോക്കറ്റാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു വലിയ ഫുട്ബോൾ മൈതാനത്തിന്റെ അത്രയും വലിപ്പമുള്ള ഒരു റോക്കറ്റിലാണ് ഈ വിക്ഷേപണം നടക്കുന്നത്. അതിന്റെ ഏറ്റവും മുകളിലായി നമുക്ക് ദൃശ്യങ്ങളിൽ അല്പസമയത്തിനകം കാണാൻ കഴിയും. അവിടെയാണ് ഈ ഒറൈൻ എന്ന് പറയുന്ന ഒരു പേടകമുള്ളത്. ആ പേടകത്തിൽ 4 പേർ, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന 4 പേർ, അവർ അതിന്റെ സ്യൂട്ടുകൾ ധരിക്കുന്ന ഒരു പ്രക്രിയയിലൂടെ ഇപ്പോൾ കടന്നു പോവുകയാണ്. ഏതാണ്ട് അത് പൂർത്തിയാവാറായിട്ടുണ്ടെന്നാണ് നാസയിൽ നിന്നും ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന അപ്ഡേറ്റുകൾ. ഈ 4 പേരാണ് മനുഷ്യരാശിയുടെ പുതിയ ചില കണ്ടുപിടുത്തങ്ങൾക്കും അവരുടെ പുതിയ യാത്രയ്ക്കുമുള്ള തുടക്കമായി ചന്ദ്രനിലേക്ക് പോകുന്നത്. ചന്ദ്രനിൽ ഇറങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചന്ദ്രനിലേക്ക് ഇറങ്ങുന്നില്ല, പക്ഷേ ചന്ദ്രന് ചുറ്റും കറങ്ങി തിരിച്ച് ഭൂമിയിലേക്ക് വരിക, ഇതാണ് ദൗത്യത്തിന്റെ ഉദ്ദേശം. അതിനായുള്ള മണിക്കൂറുകളിലേക്ക് കടക്കാൻ പോവുകയാണ് കാര്യങ്ങൾ. മാത്രമല്ല, ഒരുപക്ഷെ ഭൂമിയിൽ നിന്നും മനുഷ്യർ സഞ്ചരിക്കാൻ പോകുന്ന ഏറ്റവും അകലേക്ക് ഇവർ പോകുന്നു എന്നുള്ളതാണ്. അതായത് ചന്ദ്രനിലേക്കും തിരിച്ചുമുള്ള യാത്രയ്ക്കിടെ ഏതാണ്ട് 11 ലക്ഷത്തിലധികം കിലോമീറ്ററുകൾ ഇവർ താണ്ടും എന്നാണ് നാസ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയുന്നത് പോലെ ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്കുള്ള ദൂരം 3,84,000 കിലോമീറ്ററാണ്. ഇവർ ചന്ദ്രനും കടന്ന് ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് അപ്പുറത്തേക്ക് കടക്കുന്നുണ്ട്. ഏതാണ്ട് 4 ലക്ഷം കിലോമീറ്റർ ഇവർ സഞ്ചരിച്ച് മടങ്ങും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഭൂമിയിൽ നിന്ന് ഉയർന്നതിന് ശേഷം ഭൂമിയെ 2 തവണ വലം വെച്ച ശേഷം ഒക്കെ മാത്രമേ ചന്ദ്രനെ ലക്ഷ്യമാക്കി ഇവർ നീങ്ങുകയുള്ളൂ. അതിനായുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഓർക്കുക അമൽ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ സ്പേസ് സ്റ്റേഷനിലേക്ക്, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്കുള്ള ISS-ലേക്കുള്ള യാത്രകൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അവിടേക്ക് നമ്മുടെ ശുഭാംശു ശുക്ല അടക്കം പോയതുമാണ്. ഭൂമിക്ക് മുകളിൽ ഏതാണ്ട് 400-420 കിലോമീറ്റർ അകലെ മാത്രമാണ് ഈ പറയുന്ന ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ചന്ദ്രൻ എന്ന് പറയുന്നത് 3,84,000 കിലോമീറ്റർ അകലെയുള്ള ഒരു ഉപഗ്രഹമാണ്, ഭൂമിയുടെ ഉപഗ്രഹമാണ്. അവിടേക്കാണ് ഈ യാത്ര എന്നത് തന്നെ വലിയ 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 നിർണായകമായ ചുവടുവയ്പ്പാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത്, ചൊവ്വയിൽ മനുഷ്യർ ഒരു ഇടത്താവളം, ഒരു താവളം ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് ഇടത്താവളമായി ചന്ദ്രനെ ഉപയോഗപ്പെടുത്താൻ കഴിയുമോ എന്ന ചില പരീക്ഷണങ്ങൾ, അതിൻ്റെയൊക്കെ ഒരു ടെസ്റ്റ് മിഷനായിട്ടാണ് ഇതിനെ കാണുന്നത്. ഈ യാത്രയിലുടനീളം ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. മനുഷ്യരുണ്ടാവുന്ന മാനസികവും ശാരീരികവുമായ പ്രത്യേകതകൾ, അതിലെ മാറ്റങ്ങൾ, ഇതെല്ലാം പഠന വിധേയമാക്കുകയും ചെയ്യും. ഒപ്പം തന്നെ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ എങ്ങനെയാണ് രക്ഷപ്പെടാൻ കഴിയുക, എങ്ങനെയാണ് ഭൂമിയിലേക്ക് മടങ്ങാൻ കഴിയുക, അതിന് സാധ്യമാണോ, ഇത്തരമായി ബന്ധപ്പെട്ട പല പരീക്ഷണങ്ങളും ഇതിനോടകം നടക്കും. ഈ 10 ദിവസം കൊണ്ടാണ് ഈ മിഷൻ പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനിടയിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്താൻ പോവുകയാണ്. എന്തായാലും ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള നിമിഷത്തിലേക്ക് കടക്കാൻ പോവുകയാണ് ഈ 4 പേർ. മിഷൻ കമാൻഡറായിട്ടുള്ള റീഡ് വൈസ്മാൻ ഉണ്ട്, ഒപ്പം തന്നെ ഈ മിഷന്റെ പൈലറ്റിലായിട്ടുള്ള വിക്ടർ ഗ്ലോവർ ഉണ്ട്, ഒപ്പം തന്നെ മിഷൻ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ക്രിസ്റ്റീന കോച്ച് ഉണ്ട്, ഒപ്പം തന്നെ മറ്റൊരു മിഷൻ സ്പെഷ്യലിസ്റ്റ് ആയ ജെറമി ഹെൻസ്. ഈ 4 പേരാണ് ചന്ദ്രനിലേക്ക് പോകുന്നത്. ചന്ദ്രന്റെ ഭ്രമണപഥത്തിന് ചുറ്റും കറങ്ങി തിരികെ ഭൂമിയിലേക്ക് എത്താൻ പോകുന്നത്. 3:54 വിക്ഷേപണം അമൽ. ഒപ്പം 24-ലൂടെ 3:15 തൊട്ട് തത്സമയ സംപ്രേഷണം പ്രേക്ഷകർക്ക് കൃത്യമായി കാണാൻ കഴിയും.
പ്രജിനിപ്പോൾ ഇതിൽ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ഒറ്റ ദൗത്യമല്ല, ഇതൊരു തുടർ ദൗത്യമായി വേണം നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അത് പ്രത്യേകിച്ച് ഇനിയും ആർട്ടിമിസ് 3 വരാനിരിക്കുന്നു. മാത്രമല്ല അവിടെ നിന്ന് ചന്ദ്രനിൽ നിന്ന് ഈ ഹീലിയം 3 പോലുള്ള ചില നിർണായക മൂലകങ്ങൾ ഖനനം ചെയ്യുവാനുള്ള ചില സാധ്യതകൾ കൂടി ഈ ദൗത്യങ്ങളുടെ ഭാഗമായി ശ്രമിക്കുന്നുണ്ട് എന്ന് കൂടി മനസ്സിലാക്കണം അല്ലേ? അമൽ, തീർച്ചയായിട്ടും അതിന്റെ എക്സ്ട്രീമാണ് ഈ അമലി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. നമ്മൾ ചന്ദ്രനിലേക്ക് പോവുക, ചന്ദ്രനിൽ ഇടത്താവളം ഒരുക്കുക എന്നത് ആദ്യ ലക്ഷ്യമാണ്. അതിന്റെ ആദ്യ പടിയെന്നോണമാണ് ഇപ്പോൾ ഈ ആർട്ടിമിസ് 2 വിക്ഷേപിക്കുന്നത്. ആ പോകുന്ന സമയങ്ങളിൽ മനുഷ്യരിൽ സംഭവിക്കുന്ന ഇത്രയും ദൂരേക്ക് ആദ്യമായിട്ടാണ് നമ്മൾ യാത്ര വന്നത് 54 വർഷങ്ങൾക്ക് ശേഷം. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പഠനങ്ങൾ നടത്തേണ്ടതുണ്ട്. അപ്പോൾ എന്തൊക്കെ ആവശ്യമായി വരുമോ അതൊക്കെ ഓരോ സെക്കൻഡുകളിലും ഉണ്ടാവുന്ന മാറ്റങ്ങൾ അതെല്ലാം തന്നെ കൃത്യമായി നോട്ട് ചെയ്യപ്പെടും. 2 ഇനിയിപ്പോൾ നടത്താൻ പോകുന്നത് ആർട്ടിമിസ് 3 ആണ്. അതൊരു മിഷൻ ടെസ്റ്റ് ആണെന്നാണ് ഇപ്പോൾ നാസ അറിയിച്ചിരിക്കുന്നത്. 2030 കൂടി ആർട്ടിമിസ് 4th ദൗത്യം ഉണ്ടാവും. ആർട്ടിമിസ് 4 എന്ന് പറയുന്ന ദൗത്യം ഉണ്ടാവും. അതിലാണ് മനുഷ്യർ ചന്ദ്രനിൽ ഇറങ്ങാൻ പോകുന്നത് എന്നാണ് നാസ അറിയിക്കുന്നത്. 2040 ചൊവ്വയിൽ മനുഷ്യർ എത്തുകയും ചെയ്യും. അതിന് മുന്നോടിയായി ഒരു ഇടത്താവളമായി ചന്ദ്രനെ മാറ്റിയെടുക്കുക എന്നതാണ് ഏറ്റവും പ്രാഥമികമായി ഇപ്പോൾ പരിഗണിച്ചിരിക്കുന്നത്. അതിന്റെ ഏറ്റവും നിർണായകമായ ഒരു മിഷനായി ആർട്ടിമിസ് 2 ഇതിനോടകം മാറിയിട്ടുണ്ടമൽ. രാജ്യത്ത് വാണിജ്യ LPG സിലിണ്ടറിനും വിമാന ഇന്ധനത്തിനും വില വർദ്ധിപ്പിച്ചു. ഇന്ത്യൻ ഓയിൽ പ്രീമിയം പെട്രോളിന്റെയും ഡീസലിന്റെയും വില കൂട്ടി. പാചകവാതക പ്രതിസന്ധിയെ തുടർന്ന് അടച്ചുപൂട്ടാൻ ഒരുങ്ങുകയാണ് പോണ്ടിച്ചേരി സർവകലാശാല. പെട്രോൾ, ഡീസൽ, ഗാർഹിക LPG വില വർദ്ധിക്കില്ലെന്ന് ഇന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിക്കുന്നുണ്ട്. ആഗോളതലത്തിൽ LPG വില ഉയർന്നതാണ് വില വർധനയ്ക്ക് കാരണമായി കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. 19 കിലോ വാണിജ്യ സിലിണ്ടറിന് 195 രൂപ 50 പൈസയാണ് വർദ്ധിച്ചത്. ഇതോടെ വാണിജ്യ സിലിണ്ടറിന്റെ പുതുക്കിയ വില 2078 രൂപ 50 പൈസയായി. ആഭ്യന്തര വിമാനങ്ങൾക്കുള്ള ഇന്ധനത്തിന്റെ വിലയിൽ 115%, രാജ്യാന്തര സർവീസുകൾക്കുള്ള ഇന്ധനത്തിന് 107%മാണ് വർദ്ധിച്ചത്. കേന്ദ്ര സർക്കാർ എണ്ണ കമ്പനികളുമായി നടത്തിയ ചർച്ചയിൽ ആഭ്യന്തര സർവീസുകൾക്ക് 25% വർധനവ് മതിയെന്ന് തീരുമാനിച്ചു. അതേസമയം രാജ്യത്ത് ഇന്ധന പ്രതിസന്ധിയില്ലെന്നാണ് കേന്ദ്ര സർക്കാർ വാദം. हमारी क्रूड इन्वेंट्री सफिशिएंट है और भारत सरकार ने अगले 2 महीने के लिए सफिशिएंट क्रूड के लिए अरेंजमेंट किया हुआ है. हमारी रिफाइनरीज उच्चतम स्तर पर चल रही हैं. रिटेल आउटलेट्स पर कोई ड्राई आउट रिपोर्टेड नहीं है. लगभग 2 महीने पहले जो ब्रेंट $70 पर बैरल की रेंज में चल रहा था वो आज $100 के ऊपर पहुंच चुका है. പാചകവാതക പ്രതിസന്ധിയെ തുടർന്ന് അക്കാദമിക വർഷം ഏപ്രിൽ 30 അവസാനിക്കുമെന്നാണ് പോണ്ടിച്ചേരി സർവകലാശാല അറിയിച്ചത്. അക്കാദമിക് വർഷം നേരത്തെ അവസാനിപ്പിക്കുന്നതിൽ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ രംഗത്ത് വന്നു. LPG ക്രൈസിസ് മൂലം എക്സാമുകൾ ഏപ്രിൽ മാസത്തോടുകൂടി പൂർത്തിയാക്കണം എന്നുള്ളതായിരുന്നു സന്ദേശത്തിന്റെ ഉള്ളടക്കം. ഏപ്രിൽ മാസത്തോടുകൂടി എക്സാമുകൾ പൂർത്തീകരിച്ച് മെയ് മാസം ആദ്യത്തോടുകൂടി ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്ത് അതത് സ്ഥലങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ മടങ്ങി പോകണം എന്നുള്ളത് മാത്രമായിരുന്നു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നിട്ടുള്ള സന്ദേശം. അതേസമയം ഇറാനിൽ നിന്ന് 6 ലക്ഷം ബാരൽ അസംസ്കൃത എണ്ണയുമായി കപ്പൽ ഉടൻ ഗുജറാത്ത് തീരത്തെത്തും. 24 ഡൽഹി. ഗൾഫ് രാജ്യങ്ങളിൽ ആക്രമണം തുടരുകയാണ് ഇറാൻ ആക്രമണത്തിൽ UAE-യിൽ ബംഗ്ലാദേശ് സ്വദേശി കൊല്ലപ്പെട്ടു. ഫുജൈറയിൽ ഡ്രോൺ അവശിഷ്ടങ്ങൾ പതിച്ചാണ് മരണം സംഭവിച്ചത്. ഉമ്മുൽ ഖുവൈനിൽ ഉണ്ടായ ആക്രമണത്തിൽ ഇന്ത്യക്കാരന് പരിക്കേറ്റു. കുവൈറ്റ് വിമാനത്താവളത്തിലെ എണ്ണ ടാങ്കറുകൾക്ക് നേരെയും ഇറാന്റെ ആക്രമണമുണ്ടായി. ഫുജൈറയിലെ അൽ റുഫയിൽ സ്വകാര്യ ഫാമിൽ ഡ്രോൺ അവശിഷ്ടങ്ങൾ പതിച്ചാണ് ബംഗ്ലാദേശ് സ്വദേശി കൊല്ലപ്പെട്ടത്. ഇതോടെ UAE-യിൽ ആകെ മരിച്ചവരുടെ എണ്ണം 12ആയി. ഉമ്മൽ ഖുവൈനിലെ വ്യവസായ മേഖലയിൽ ഡ്രോൺ അവശിഷ്ടങ്ങൾ പതിച്ച് ഒരു ഇന്ത്യക്കാരന് പരിക്കേറ്റു. ആകെ 189 പേർക്കാണ് UAE-യിൽ ഇതുവരെ പരിക്കേറ്റിരിക്കുന്നത്. രാവിലെ കുവൈറ്റ് വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ എണ്ണ ടാങ്കറുകൾക്ക് തീപിടിച്ചു. തീ നിയന്ത്രണ വിധേയമാണെന്ന് ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ വ്യക്തമാക്കി. ബഹ്റൈനിൽ രാവിലെ 3 തവണ ആക്രമണമുണ്ടായി. ഒരു കമ്പനി കെട്ടിടത്തിന് തീപിടിച്ചതായും ആളപായമില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. സൗദിക്ക് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണം ചെറുക്കാനായെന്ന് പ്രതിരോധ സേന അറിയിച്ചു. UAE-യിൽ വർദ്ധിപ്പിച്ച എണ്ണവില നിലവിൽ വന്നു. റെസിഡൻസ് വിസ കാലാവധി കഴിഞ്ഞവർക്ക് പുതിയ എൻട്രി പെർമിറ്റില്ലാതെ തിരികെ എത്താൻ നൽകിയിരുന്ന ഇളവും അവസാനിച്ചിട്ടുണ്ട്. 24 ദുബായ്. ഇനി തിരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. തിരഞ്ഞെടുപ്പ് ആവേശത്തിൽ കേരളം. മൈജി ഫ്യൂച്ചർ വോട്ടുത്സവം സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ. കോ-സ്പോൺസർഡ് ബൈ ആഘോഷങ്ങൾ നടക്കട്ടെ. വോക്കരു പ്ലസ്, കല്യാൺ ഹോംസ്. ഒന്നായി ജീവിക്കാം, നന്നായി ജീവിക്കാം.
അമ്പലപ്പുഴയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ജി സുധാകരനെതിരെ ആഞ്ഞടിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജി സുധാകരൻ അവസരവാദ നിലപാടുകാരനാണെന്നും ചരിത്രത്തിന്റെ ചെളിക്കുണ്ടിലേക്ക് താഴ്ന്നു പോകുമെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. കോൺഗ്രസ് പിന്തുണയോടെ BJP വോട്ട് വാങ്ങി LDFനെ പരാജയപ്പെടുത്താനാണ് ശ്രമമെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. അമ്പലപ്പുഴയിലെ LDF തിരഞ്ഞെടുപ്പ് യോഗത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനങ്ങൾ. പുന്നപ്ര വയലാർ സമരം ഓർമ്മിപ്പിച്ച് ജി സുധാകരൻ ഒളിയമ്പ്. പുന്നപ്ര വയലാർ രക്തസാക്ഷികളുടെ മണ്ണാണിത്. ആ മണ്ണിന് അതിൻ്റെതായ ചരിത്രമുണ്ട്. ആ ചരിത്രം ഏതെങ്കിലും തരത്തിൽ വഞ്ചന കാണിച്ചവരെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല. അവസരവാദ നിലപാടുകാരൻ എന്നാണ് പിണറായി വിജയൻ ജി സുധാകരനെ വിളിച്ചത്. കോൺഗ്രസും ഈ പറഞ്ഞ അവസരവാദ നിലപാടുകാരനും എല്ലാം കൂടി ആലോചിച്ചുറപ്പിച്ച് എന്താ നിലപാട്? BJPയുടെ വോട്ട് കൂടി വാങ്ങാൻ. അമ്പലപ്പുഴയിൽ LDFന് ഒരു പോറൽ പോലും ഏൽക്കില്ലെന്നും പിണറായി വിജയൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഒരു തരത്തിലുള്ള പോറലും ഇവിടെ LDFന് ഏൽക്കില്ല എന്നുറപ്പാണ്. അവസരവാദ നിലപാട് സ്വീകരിച്ചയാള് ചരിത്രത്തിന്റെ ചെളിക്കുണ്ടിലേക്ക് വീണ് താഴുക എന്നല്ലാതെ മറ്റൊന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. പ്രസംഗത്തിൽ ഒരിടത്തും ജി സുധാകരന്റെ പേരെടുത്ത് പറഞ്ഞിരുന്നില്ല. 24 ആലപ്പുഴ. പാലക്കാട് വടക്കന്തറയിൽ അവിടുത്തെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി വോട്ട് ചോദിച്ചെത്തിയപ്പോൾ അവിടെ അദ്ദേഹത്തെ BJP പ്രവർത്തകർ തടഞ്ഞൊരു വാർത്ത കുറച്ചു നേരം മുൻപ് നമ്മൾ കണ്ടിരുന്നു. എന്തായാലും അക്കാര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ ഒരു വിശദീകരണവുമായി എത്തിയിട്ടുണ്ട്. രമേശ് പിഷാരടി നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശത്തിന്റെ പേരിലാണ് BJP പ്രവർത്തകർ തടഞ്ഞതെന്ന് പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പറയുന്നു. വേട്ടക്കാരനൊപ്പം നിൽക്കുന്ന സമീപനമാണ് UDF സ്ഥാനാർത്ഥിക്കെന്നും ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു. ഇത് കേരളമാണ്. കവിയൂരും കിളിരൂരും ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ ഇതിനേക്കാൾ വലിയ കൊമ്പന്മാരെ കേരളത്തിന്റെ മണ്ണിൽ തടഞ്ഞിട്ടുണ്ട്. അപ്പൊ UDFന്റെ സ്ഥാനാർത്ഥി മര്യാദ പാലിച്ചുകൊണ്ട് സംയമനം പാലിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുമ്പോൾ എൻ്റെ പാർട്ടിയിൽപ്പെട്ട ഒരു കൗൺസിലർ ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് ന്യായീകരണ തൊഴിലാളിയായി വർത്തിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാപ്പ് പറഞ്ഞിരിക്കണം. UDFന്റെ സ്ഥാനാർത്ഥി മാപ്പ് പറയണം. ഞാൻ രാവിലെ പറഞ്ഞ വാക്കുകൾ സ്ത്രീ സമൂഹത്തെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് മാപ്പ് പറയാൻ UDFന്റെ സ്ഥാനാർത്ഥി തയ്യാറാവണം. ഇനി കാണാം മണ്ഡലം ചുറ്റും മഹിളകൾ. മൈജി ഫ്യൂച്ചർ മണ്ഡലം ചുറ്റും മഹിളകൾ സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ. co-sponsored by ആഘോഷങ്ങൾ നടക്കട്ടെ. വോക്കരു പ്ലസ് കല്യാൺ ഹോംസ്. ഒന്നായി ജീവിക്കാം, നന്നായി ജീവിക്കാം. കാസർഗോഡുകാരുടെ എയിംസ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുമെന്ന് NDA സ്ഥാനാർത്ഥി ML അശ്വിനി. ജില്ലയുടെ സമ്പൂർണ്ണ വികസനമാണ് ലക്ഷ്യമെന്നും ML അശ്വിനി 24നോട് പറഞ്ഞു. മണ്ഡലം ചുറ്റും മഹിളകളിലാണ് പ്രതികരണം. കാസർഗോഡ് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ML അശ്വിനി തിരക്കേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ്. ജില്ലയിലെ മുന്നണികളിലെ ഏക വനിതാ സ്ഥാനാർത്ഥി കൂടിയാണെന്നുള്ളൊരു പ്രത്യേകതയും കൂടിയുണ്ട്. നമ്മുടെ മണ്ഡലം ചുറ്റും മഹിളകളിൽ ഇവർ കുറേ മഹിളകൾ പ്രചാരണത്തിന് ഇറങ്ങിയവരുണ്ട്. അവർക്കൊപ്പം നമുക്ക് പോവാം. എന്താണ് അവർക്ക് പറയാനുള്ളത്, അവരുടെ പ്രതീക്ഷകൾ എന്തെല്ലാം? നമസ്കാരം. നമ്മൾ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ സജീവമായൊരു സാന്നിധ്യമായിട്ട് അശ്വിനിയെ കണ്ടിരുന്നു. അപ്പോൾ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്. ഒരു വനിതാ മുഖം എന്നുള്ള രീതിയിൽ എങ്ങനെയുണ്ട് പ്രചാരണമൊക്കെ? ഇനിയിപ്പോൾ അധികം ദിവസങ്ങളില്ല. പ്രചരണം നല്ല ചൂടായിട്ട് പോകുന്നുണ്ട്. നല്ല പ്രചരണമാണ്. ബിക്കോസ് ഒന്ന് യൂത്തും പിന്നെ അതേപോലെ മഹിള. അപ്പോൾ ആ മഹിള പിന്നെ യൂത്തിൻ്റെ ഇടയിൽ നല്ല സ്വീകരണമാണ് കിട്ടുന്നത്. അപ്പോൾ അത് വളരെ ഹാപ്പി മൊമെൻ്റ് ആണ് എനിക്ക്. അങ്ങനെ നന്നായിട്ട് പ്രചരണം പോകുന്നുണ്ട്. മണ്ഡലത്തിൽ എന്താണ് വേണ്ടത്? എന്ത് ആണ് പ്രചാരണ വിഷയം ഏറ്റവും പ്രധാനപ്പെട്ടത്? ഡെവലപ്മെൻറ്റാണ്. ബിക്കോസ് കാസർഗോഡ് ഫോർമേഷൻ ആയ ശേഷം ഇവിടെ കണ്ടിന്യൂഷൻ ആയിട്ട് മുസ്ലിം ലീഗിൻ്റെ MLAമാരാണ് ജയിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വന്നിട്ടാകുമ്പോൾ അവർക്ക് ഇവിടെ സ്റ്റേറ്റിൽ അവരുടെ ഗവൺമെൻറ് ഉണ്ടായിരുന്നു, അതേപോലെ സെൻട്രൽ അവരുടെ ഗവൺമെൻറ് ഉണ്ടായിരുന്നു. ആ 3 ഇഞ്ച് നടക്കുന്ന സമയത്തും പോലും ഇവർക്ക് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ നമ്മൾ മുമ്പോട്ട് വെക്കുന്നത് ഡെവലപ്മെൻറ്റാണ്. നമുക്കിവിടെ കാസർഗോഡിൽ മെഡിക്കൽ സിസ്റ്റംസ് ഇല്ല, എഡ്യൂക്കേഷൻ സിസ്റ്റം ഇല്ല, അതേപോലെ ജോബ് ഓപ്പർച്യൂണിറ്റികളില്ല. നമ്മുടെ കുട്ടികൾ ഇവിടെ പഠിച്ചിട്ടായിട്ട് പിന്നെ ജോബ് തേടിക്കൊണ്ട് മറ്റേ നാട്ടിലാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് കാസർഗോഡ് ജനങ്ങൾ മൈഗ്രേറ്റ് ആയിട്ട് കാസർഗോഡ് നിന്ന് വിട്ടിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെക്കുന്നത് നമ്മളെ കാസർഗോഡിൻ്റെ ആൾക്കാർ കാസർഗോഡിൽ തന്നെ ജീവിക്കണം. അപ്പോൾ ആ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ ഇവിടെ ഇൻഡസ്ട്രിയൽ പാർക്ക് ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ കാസർഗോഡിനെ ഡെവലപ്മെൻറ്റ് ആക്കിയിട്ട് ഒരു മോഡേൺ കാസർഗോഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് അതാണ് പ്രചരണത്തിൽ നമ്മൾ മുമ്പോട്ട് വെക്കുന്നത്. ഈ കാസർഗോഡ് ഒരു ആശുപത്രിയുടെ പ്രശ്നം ഇപ്പം ഞങ്ങൾ പലരോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്.
അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. ബിക്കോസ് ഞാൻ MP ഇലക്ഷൻസിൽ ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഇവിടെ ഒരു എയിംസ് കൊണ്ടുവരണം എന്നാണ് ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ MP ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊണ്ടുവരുമെന്ന്. പക്ഷേ ഇപ്പോൾ അതേപോലെയാണ് MLA ആയി കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും എയിംസിക്ക് വേണ്ടിയിട്ട് എല്ലാ പ്രപ്പോസൽസും ഞാൻ നരേന്ദ്രമോദിജി നമ്മുടെ പ്രൈം മിനിസ്റ്റർക്ക് ഞാൻ സബ്മിറ്റ് ചെയ്യും. ബിക്കോസ് നമുക്കിവിടെ ഒരു മെഡിക്കൽ സിസ്റ്റമിൻ്റെ ആവശ്യമാണ്. അപ്പോൾ നമുക്കൊരു മെഡിക്കൽ സിസ്റ്റമിൻ്റെ ഹൈടെക് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് വേണം. അപ്പോൾ അത് നാം മുമ്പോട്ട് വെച്ചുകൊണ്ട് പ്രധാനമന്ത്രി കേന്ദ്രം അനുവദിക്കുന്നില്ല. കേന്ദ്രമല്ല അനുവദിക്കുന്നത്, സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കാൻ വേണ്ടി തയ്യാറാണ്. പക്ഷേ ഇവിടുത്തെ കേരള സർക്കാരാണ് എവിടെ സ്ഥലം വേണമെന്ന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്രം ഇപ്പം തന്നെ എല്ലാം കൊടുത്തിട്ടുണ്ടോ എന്ന് മുഖ്യമന്ത്രി തന്നെ മറുപടി പറഞ്ഞതാണ്. എല്ലാ കാര്യങ്ങളും ചെയ്ത് പൂർത്തിയാക്കി വെച്ചതാണ്. അവർ കൊടുത്തത് കോഴിക്കോടിലാണ്. കോഴിക്കോടിൽ എത്ര സ്ഥലമാണ് അവർ അലർട്ട് ആക്കിയിട്ടുള്ളത്? നമുക്കിവിടെ കാസർഗോഡിൽ തന്നെ 11,000 ഏക്കേഴ്സ് ഡെഡായിട്ട് കിടക്കുന്നുണ്ട്. നമുക്കൊരു എയിംസ് കൊണ്ടുവരുമ്പോൾ അത്ര വിശാലമായിട്ടുള്ള എയിംസ് കൊണ്ടുവരണം ആ സ്ഥലത്തിലാണ്. പക്ഷേ ഒരു സ്ഥലം ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള പ്ലേസിൽ കൊണ്ടുവരുന്നത് എന്ത് കാര്യമില്ല. കോഴിക്കോടിൽ ഇഷ്ടംപോലെ നമുക്ക് മെഡിക്കലിൻ്റെ ഹബ്സ് ഉണ്ട് കമ്പയർ ടു കാസർഗോഡ്. അപ്പോൾ കാസർഗോഡിൽ നിരവധി ലാൻഡ്സ് ഡെഡായിട്ട് കിടക്കുന്ന ഇത് ആ പ്രപ്പോസൽ എല്ലാം കാഴ്ചവെച്ചുകൊണ്ടും ഞാൻ നരേന്ദ്രമോദിജിക്ക് പ്രപ്പോസൽ കൊടുക്കും. അപ്പോൾ ഏതെങ്കിലും മറ്റൊരു ഭാഷയിലും കൂടെ ഒന്ന് സംസാരിച്ചാൽ വോട്ട് അഭ್ಯರ್ಥಿച്ചാലും ಮದಿ ಎಲ್ಲ ನನ್ನ ಪ್ರೀತಿಯ ಮತದಾರ ಬಾಂಧವರಲ್ಲಿ ಕಾಸರಗೋಡಿನ ಸಮಗ್ರ ಡೆವಲಪ್ಮೆಂಟ್ಗೋಸ್ಕರ ನಿಮ್ಮ ಅತ್ಯ ಅಮೂಲ್ಯವಾದಂತಹ ಮತವನ್ನ ತಾವರೆ ಚಿಹ್ನೆಗೆ ನೀಡಿ ನನ್ನನ್ನು ಬಹುಮತದಿಂದ ಗೆಲ್ಲಿಸಿಕೊಟ್ಟು ಕೇರಳದ ವಿಧಾನಸಭೆಗೆ ಕಳಿಸಿಕೊಡ್ಬೇಕು ಅಂತ ಹೇಳಿ ನಾನು ವಿನಂತಿ ಮಾಡ್ತಾ ಇದ್ದೇನೆ. കാസർഗോഡിന്റെ സമഗ്ര വികസനത്തിന് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ചെയ്ത് താമര ചിഹ്നത്തിന് മനസ്സിലായില്ലേ? അപ്പൊ ശരി, അപ്പോൾ തിരക്ക് പിടിച്ച യാത്രയിലാണ്, പ്രചരണത്തിലാണ്. ഞങ്ങളും ഇനി മറ്റൊരു പ്രദേശത്തേക്ക് പോവുക. താങ്ക് യു സോ മച്ച്. അപ്പൊ ആശംസകൾ. അതെ, താങ്ക് യു. തൃശൂർ മുൻ മേയർ MK വർഗീസ് വീണ്ടും കോൺഗ്രസിലേക്ക്. തൃശൂർ മണ്ഡലം സ്ഥാനാർത്ഥി രാജൻ ജെ പല്ലൻ MK വർഗീസിനെ നേരിൽ കണ്ടു. രാജൻ ജെ പല്ലന് പിന്തുണ നൽകുന്നെന്നും ഇനിയുള്ള 5 വർഷം UDF ഭരിക്കാനാണ് സാധ്യതയെന്നും MK വർഗീസ് 24-നോട് പറഞ്ഞു. MK വർഗീസ് വരുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്ന് രാജൻ പല്ലനും പ്രതികരിച്ചു. സീറ്റ് ലഭിക്കാത്തതിന്റെ പേരിലാണ് 5 വർഷം മുൻപ് തൃശൂരിൽ കോർപ്പറേഷൻ ഡിവിഷനിൽ MK വർഗീസ് സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ചു വരുന്നത്. പിന്നീടുള്ള 5 വർഷം ഇടതു പിന്തുണയോടെ തൃശൂർ കോർപ്പറേഷന്റെ മേയറായി. മേയർ സ്ഥാനം ഒഴിഞ്ഞതിന് പിന്നാലെ BJPയിലേക്ക് പോകുമെന്ന അഭ്യൂഹവും MK വർഗീസിനെ ചുറ്റിപ്പറ്റിയുണ്ടായിരുന്നു. ഒടുവിൽ കോൺഗ്രസിലേക്കുള്ള മടങ്ങിവരവ് നിരുപാധികമെന്നാണ് മുൻ മേയർ MK വർഗീസ് പറയുന്നത്. അന്നത്തെ സാഹചര്യം അതായിരുന്നു. കാരണം ഞാൻ കോൺഗ്രസ്സുകാരനാണ്, എന്നെ സ്ഥാനാർത്ഥിയായി. അന്നത്തെ ആ സാഹചര്യത്തിനകത്തുണ്ടായ ഒരു മാറ്റത്തിൻ്റെ ഭാഗമായാണ് ഞാൻ സ്വതന്ത്രനായി മത്സരിച്ചു. ഇന്നത്തെ സ്ഥിതി അതല്ല. ഇനി 5 വർഷം UDF ഭരിക്കാനുള്ള സാധ്യതയുണ്ട്. നിരുപാധികമാണ്. എനിക്ക് യാതൊരു തരത്തിലുള്ള ആവശ്യങ്ങളും ഞാൻ പറയുന്നില്ല. MK വർഗീസിന്റെ മടങ്ങിവരവ് തിരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്ന് തൃശൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി രാജൻ ജെ പല്ലൻ. MK വർഗീസ് വന്നതിൽ പൂർണ്ണ സന്തോഷവാനാണ്. MK വർഗീസ് വരുന്നത് പാർട്ടിക്ക് സ്വാഭാവികമായിട്ട് വളരെ ഗുണം ചെയ്യുന്ന കാര്യം തന്നെയാണ്. വരും ദിവസങ്ങളിൽ UDF പ്രചാരണത്തിൽ സജീവമാകാനാണ് MK വർഗീസിന്റെ നീക്കം. ബിനേഷ് ബാബുരാജിനൊപ്പം ശ്രീകുമാരൻ, 24 തൃശൂർ. ഇനിയിപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. കേരളത്തിലെ BJPയുടെ ബൂത്ത് തല പ്രവർത്തകരുമായി ഓൺലൈനായി സംവദിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാളെ വൈകിട്ട് 4:30-നാണ് ഓൺലൈൻ യോഗം. ഇതാദ്യമായാണ് ബൂത്ത് തല പ്രവർത്തകരുടെ യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത്. ദീപക് ധർമ്മടമുണ്ട് കോഴിക്കോട് നിന്ന്. ദീപക്, ഈ അവസാന ലാപ്പിൽ പ്രവർത്തകർക്ക് പരമാവധി ആവേശം പകരുക എന്നുള്ളതാണോ പ്രധാനമന്ത്രിയെ പങ്കെടുപ്പിക്കുന്ന യോഗത്തിലൂടെ BJP ലക്ഷ്യമിടുന്നത്? ഒരുപക്ഷെ സമീപകാല ചരിത്രത്തിലില്ലാത്ത ഒരു BJPയുടെ നീക്കമാണ്. പ്രധാനമന്ത്രി നേരിട്ട് BJPയുടെ മുഴുവൻ ബൂത്ത് തല പ്രവർത്തകരും, അതായത് ബൂത്ത് കമ്മിറ്റിയിലുള്ള മുഴുവൻ പ്രവർത്തകരുമാരുടെയും ഓൺലൈൻ യോഗമാണ് വിളിച്ചു ചേർത്തിരിക്കുന്നത്. നാളെ വൈകിട്ട് 4:30 മണിക്കാണ് യോഗം. അത് നമോ ആപ്പിലൂടെയാണ് രജിസ്ട്രേഷൻ. ബൂത്ത് തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള മുഴുവൻ പ്രവർത്തകരും MP-മാരും കേന്ദ്രമന്ത്രിമാരും ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലായത്. രാജ്യസഭാ അംഗം C സദാനന്ദൻ മാസ്റ്റർ തന്നെ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഏതായാലും ഇതുവരെ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രധാനമന്ത്രി ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകരുമായുള്ള യോഗം ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നാൽ ഇക്കുറി നാളെ 4:30 മണിക്ക് ചേരുന്നത് കേരളത്തിലാകെയുള്ള BJPയുടെ ബൂത്ത് തല പ്രവർത്തകർ, എല്ലാ നേതാക്കളും പങ്കെടുക്കുന്ന ഒരു യോഗമാണ് മോഡി തന്നെ നേരിട്ട് വിളിച്ചിരിക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രി പങ്കെടുത്തുള്ള ബൂത്ത് തല പ്രവർത്തകരുടെ യോഗം നാളെ നടക്കുന്നു. BJP ക്യാമ്പിന് വലിയ ആവേശമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. 24 കണക്ട് K ചിറ്റലപ്പള്ളി ഫൗണ്ടേഷൻ ഭവന പദ്ധതിയിലെ തിരുവനന്തപുരം ജില്ലയിലെ 5ാമത്തെ വീടിന്റെ താക്കോൽ ദാനം നിർവഹിച്ചു. നെടുമങ്ങാട് കല്ലറ മുതുവിളയിൽ ജോയ് ജൂലി ദമ്പതികൾക്കാണ് വീട് നൽകിയത്. 24 കണക്ട് റീജിയണൽ കോർഡിനേറ്റർ സന്തോഷ് ശിവദാസ് താക്കോൽ കൈമാറി. ജില്ലാ കോർഡിനേറ്റർ അനന്തു, താലൂക്ക് കോർഡിനേറ്റർ അമൽ എസ് ധരൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു.
ഇതോടുകൂടി ലേറ്റ് എഡിഷൻ പൂർണ്ണമാവുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.